ആര്യ ചേച്ചി ഓ നമ്മുടെ റൗണ്ട് സെലിബ്രേഷൻ റൗണ്ട് കണ്ടോ എത്ര തളർന്നിരുന്ന സെലിബ്രേഷൻ അവസാനം നീ എത്തിയല്ലേ അങ്ങനെ ഒരു സെലിബ്രേഷൻ റൗണ്ടുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, ഇത് നമുക്ക് ഉറപ്പാ, ഇത് വന്നാ സെലിബ്രേറ്റ് ചെയ്തിട്ടേ പോവൂ. അങ്ങനെയുള്ള ഒരാളാണ് വരുന്നത്, വേറെ ആരുമല്ല, ജിത എത്തുന്നു. വെൽക്കം ജിത കുട്ടി ഓൺ സ്റ്റേജ്. എങ്ങനെയുണ്ട് ക്രിസ്മസ് സെലിബ്രേഷൻ? സൂപ്പർ സൂപ്പർ. റെയിൻഡിയർ ഉണ്ട് അല്ലേ? എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ക്രിസ്മസ് ട്രീ. ട്രീ ആണോ ഇഷ്ടപ്പെട്ടെ? എനിക്ക് ഇതിനെ കേട്ടോ റെയിൻഡിയർ. റെയിൻഡിയർ എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ കണ്ടോ അവിടെ ഇരുന്ന് ഡാൻസ് കളിക്കണത്? അപ്പൂപ്പൻ. ആ അങ്ങനെ ഉണ്ടല്ലേ? ആ അത് കണ്ടില്ലേ? ഷോ കണ്ടാ അതേ ഇഷ്ടപ്പെടുള്ളൂ. മീനുട്ടി, എന്തോ മീനുട്ടിക്ക് ഓർമ്മയുണ്ടോ കൃഷ്ണശ്രീ? പിന്നെ കൃഷ്ണശ്രീയെ നമ്മളെ വിളിച്ചോണ്ടിരുന്നത് ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് അച്ഛൻ പറയുമ്പോ അങ്ങനെ ആവേ, കൃഷ്ണശ്രീ കൃഷ്ണശ്രീ. ക്രിസ്മസ് ട്രീ. ജിത, ഓ ക്യാ വിശേഷം? നല്ല വിശേഷം. സ്പെഷ്യൽ വിശേഷ് ഫോർ ഒരു ക്രിസ്മസ്. സന്തോഷ വാർത്തയുണ്ട്. എന്താണ് സന്തോഷ വാർത്ത? എനിക്ക് ചെറുതായിട്ടൊന്ന് സിനിമയില് പാടാൻ ഒരു ചെറിയ അവസരം. ആണോ? ആഹാ. ഏത് മൂവി? ഉദയം കാത്ത്. അതിന്റെ ഫിലിം ഡയറക്ടർ ഡോക്ടർ പത്മകൃഷ്ണൻ അയ്യർ സാറ്, മ്യൂസിക് കമ്പോസർ രാജി മാം, സി രാജി മാം. ഓക്കെ, റൈറ്റ്. പിന്നെ ലിറിക്സ് ഷേമ കെ തോമസ് മാം. ആണോ? ഓക്കെ. എന്നാ റെക്കോർഡിംഗ് കഴിഞ്ഞു. കൺഗ്രാചുലേഷൻസ്. അപ്പൊ പ്ലേബാക്ക് സിംഗർ അല്ല, നമുക്ക് കിട്ടുന്ന ഏതൊരു അവസരവും അത് ഒരിക്കലും ചെറുതല്ല, അത് വലുതാണ്, ഭയങ്കര വലുതാണ്. ഈ 160 സിനിമകൾ ഞാൻ ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ പുതിയൊരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഒരിക്കലും ചെറുതല്ല കേട്ടോ, വലുതാണ് കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളുണ്ട്. തീർച്ചയായിട്ടും. ആ പാട്ട് എല്ലാവരും കേൾക്കാനും, അതാണ് ഹിറ്റ് ആവണം, സിനിമ ഹിറ്റ് ആവണം. അപ്പോഴാണ് പാട്ടിന് കുറച്ചും കൂടെ ഗുണങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? ഇന്ന് ഇന്ത പഞ്ചായത്തിലെ. പഞ്ചായത്തിലെ ഡീറ്റെയിൽസ്. മ്യൂസിക് സുരേഷ് പീറ്റർ സർ, ലിറിക്സ് നാദിർഷ സർ, പാടിയത് അഫ്സൽക്കും സുജാത മാമും, വർഷം 2005, ഫിലിം പാണ്ടിപ്പട. അപ്പൊ ഡ്യുവറ്റ് സോളോ ആയിട്ട് പാടാൻ പോകണം. അതെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. പഞ്ചായത്തിൽ
സബാഷ് വെരി ഗുഡ് വെരി ഗുഡ്. ജിതക്കുട്ടി going to be awarded 98.25 on 100 today. അപ്പൊ ജിതക്കുട്ടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു, ഹാപ്പി ആയി അല്ലേ? അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. ക്രിസ്മസിന് എന്താ പരിപാടി ഇനി? കിടന്നുറങ്ങണമെന്ന്. ഉറങ്ങണം, സുഖമായിട്ട് കേക്ക് മുറിക്കണം, കഴിക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആ ഫ്രണ്ട്സിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോ, അങ്ങനെ അങ്ങനൊന്നും ഒരു പരിപാടിയില്ല. കിടന്നുറങ്ങണം. പരിപാടി ഒന്നുമില്ല. ആര് ചേച്ചിയുടെ വീട്ടിൽ പോകുന്നുണ്ടോ? വേണമെങ്കിൽ അല്ല ഞാൻ കൊണ്ടുപോയെങ്കിൽ ഞാൻ വരും. ഓൾവേസ് വെൽക്കം. ആ പിന്നെ ഒരു കാര്യം, മാമിന്റെ പുതിയ ഇറങ്ങിയ പാട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ആര് ചേച്ചി പുതിയ സോങ് ഇറങ്ങിയിട്ടുണ്ട്. റിലീസായി? ആ, ഓ 12th റിലീസായി പാട്ട്. ഓക്കെ ഓക്കെ. മെനുടി എന്തോ അത് കണ്ട് ഞെട്ടിപ്പോയി കേട്ടോ. ആ കാരണം വളരെ ധൈര്യപൂർവ്വം പല കാര്യങ്ങളും പറഞ്ഞിരിക്കുകയാണ്. ദാറ്റ് യു കുഡ് ഡു. അതിനൊരു വലിയ ഒരു ഐഡിയയാണ്. അത് ധൈര്യം വേണം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട്. അത് മ്യൂസിക് എന്നുള്ള മീഡിയത്തിലൂടെ പറയുന്നു. അതിന് ധൈര്യം കാണിക്കുന്നതാണ് നമ്മുടെ ക്യാപ്റ്റൻ. അതിന് ഒരുപാട് റെസ്പെക്ട് ഉണ്ട്. താങ്ക് യു. പാതി സൂര്യനായി പാതി ഞാൻ ചന്ദ്രനായി, മാറ്റി നിർത്തിയിട്ട താരകങ്ങൾ തോന്നലായി, എത്തവച്ച പോലെ ആകാശം മാത്രമായി, ഭീരുവായ 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 മേഘമായി, ഭൂതകാലമായി ഭാവിയും പറന്നുപോയി, ഭൂതലങ്ങളിൽ അടുക്കി വച്ച പാറയായി, പാറ തേടി വന്നയാളുകൾ കടന്നുപോയി, പേടി മാത്രമായി പേടി പേടമാനായി, തിരിച്ചു പോവേണ്ട മുന്നോട്ടും പോവേണ്ട, ധരിച്ചു നിർത്തുവാനി രാത്രി പോലും എന്റേതല്ല, മനസ്സിൽ വീണ്ടും ആ കരുക്കൾ നീക്കി നോക്കിയില്ലേ, ചതച്ച ജാതകം പിഴിഞ്ഞ ചാറുമോന്തിയില്ലേ, വരിഞ്ഞ ചങ്ങലകൾ വള്ളി പോൽ വളർന്നില്ലേ, തിരിച്ചു പോവേണ്ട മുന്നോട്ടും പോവേണ്ട. വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു. അപ്പൊ നമുക്ക് ആര് ചേച്ചിയുടെ വീട്ടിൽ പോവാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ബൈ. ടാറ്റാ.